ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള 2 റെസിപ്പീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ബീഫ് ഉലർത്തിയ റെസിപ്പിയും അതേപോലെ അതിലേക്ക് കോമ്പിനേഷനായിട്ട് നെയ്പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് നമ്മൾ നെയ്പത്തിരി നെയ്പത്തൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ഉലർത്തിയത് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമുക്ക് അതാദ്യം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചേർക്കേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ജീരകം, ഗരം മസാല, കുരുമുളക്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ചെറുനാരങ്ങ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ബീഫിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 15 മിനിറ്റോളം നമ്മളങ്ങനെ വെച്ചിട്ട് ബീഫ് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകം, കറിവേപ്പില, പിന്നെ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിവിടെ കൂടുതൽ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. വലിയ ഉള്ളിക്ക് പകരം നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തേങ്ങാക്കൊത്ത് ചേർക്കണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മളിത് കടുക് പൊട്ടിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ കടുക് ചേർക്കാം. അതിനുശേഷം 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടാവും. നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ട് ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബീഫ് ഉലർത്തിയത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിതിലേക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് നെയ്പത്തൽ ഉണ്ടാക്കുന്നത്. സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നെയ്പത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. സാധാരണ പച്ചരി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാറ്, അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവുന്നത് പുട്ടുപൊടി വെച്ചിട്ടാവും. അപ്പോൾ നല്ല തരിയില്ല പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഇതിലേക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായി നനച്ചെടുക്കണം. നനച്ചെടുത്ത് നമ്മൾ ആ ചൂട് പോകുന്ന സമയം നമുക്കതൊന്ന് അവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ആദ്യം നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ ജീരകം ചതച്ചെടുത്തിട്ട് അതിലേക്കൊരു പകുതി തേങ്ങ ചേർത്ത് കൊടുക്കുക. പകുതി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് വെള്ളം കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ മാറ്റി വെച്ച് നമ്മളെ പുട്ട് പൊടി ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അതിലേക്ക് കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ സമയത്ത് നമ്മൾ തിളപ്പിച്ച വെള്ളം വേണമെന്നില്ല, സാധാ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളെ ഈ പുട്ടുപൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ പുട്ടുപൊടി കുഴച്ച് ഏകദേശം ആ മാവിൻ്റെ ഒരു പരിവമാകുന്നത് വരെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിത് ബോളാക്കി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതൊരുപാട് കട്ടി കുറയാനും പാടില്ല, ഒരുപാട് കട്ടി കൂടാനും പാടില്ല. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് കട്ടിയിൽ വേണം ഇത് പ്രസ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വരും. ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ എല്ലാതും പ്രസ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമുക്കെല്ലാം അതൊന്ന് അങ്ങനെ ഫുള്ളായിട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളത്. അല്ലെങ്കിൽ ഇതൊരു ബലം പോലെ തോന്നും. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് രണ്ട് പുറം ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണയിലേക്ക് ഇട്ട ശേഷം ഇത് പൊങ്ങി വരുമ്പോഴാണ് അത് പത്തിരി കറക്റ്റായി കിട്ടുന്നത്. നമുക്കെല്ലാതും ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു ചെറിയ യെല്ലോ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് മാറ്റാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ 2.5 കപ്പ് പുട്ടുപൊടിയായിട്ട് നമുക്ക് ഒരുപാട് നെയ്പത്തരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഡിന്നറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ വളരെ ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. പ്രത്യേകിച്ച് ബീഫിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളെല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.